ഇത് ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ മാത്രം വ്ലോഗല്ല. ഇത് 76 വർഷം ഒരു അമ്മ, അതായത് CK സീതാൻ്റെ അമ്മ മനസ്സിൽ കൊണ്ടു നടന്ന വാക്കുകൾക്ക് മകളായ ഞാൻ കൊടുത്ത ചിറകുകളുടെ കഥയാണ്. അമ്മ കവിത എഴുതി തുടങ്ങിയത് ഞാൻ ജനിക്കുന്നതിന് മുന്നെയാണ്. ഇന്ന് 76-ാം വയസ്സിൽ ആ കവിതകൾ ഒരു പുസ്തകമായി. അതിന് പിന്നിൽ ഒരു മകളുടെ മാത്രം സ്വപ്നവുമായിരുന്നു. അമ്മയ്ക്ക് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്നെ അനുഗ്രഹിക്കാൻ പറ്റില്ലെന്നറിയാം. പക്ഷേ അമ്മ തന്ന ജന്മം തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ പുസ്തകം അതിനുള്ള ഒരു ചെറിയ നന്ദി. സത്യം പറഞ്ഞാൽ വേദിയിൽ എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്കാണ് നോക്കിയത്. ഒരു നോട്ടം, ഒരു ചെറുപുഞ്ചിരി ഞാൻ കൊതിച്ചു. കിട്ടിയില്ല. പക്ഷെ കുഴപ്പമില്ല. ഒരു പക്ഷേ വാക്കാലോ പ്രവൃത്തിയിലൂടെയോ അമ്മ എന്നോട് സ്നേഹം കാണിച്ചാൽ ചിലപ്പോൾ അമ്മ വീട്ടിൽ നിന്നും പുറത്താകാനും സാധ്യതയുണ്ട്. അതാണ് അമ്മയുടെ അവസ്ഥ. ഞാൻ ഇതൊന്നും ഒരു താങ്ക് യു പ്രതീക്ഷിച്ചല്ല ചെയ്തത്. അമ്മയുടെ കണ്ണിന് തിളക്കം മാത്രമായിരുന്നു എനിക്കത്. പക്ഷേ ഞാനത് കാണുകയും ചെയ്തു. ഒരു മകൾക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവരുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടിരിക്കുന്നത്. അമ്മയുടെ സ്വപ്നമായിരുന്ന ഈ പുസ്തകം എൻ്റെ സ്വപ്നമായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നത്. ഇനി ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്ക് കിട്ടിയ അതിഥി, ഞാൻ ദൈവതുല്യനായി ആരാധിക്കുന്ന ഒരു വ്യക്തി, സാക്ഷാൽ ADGP ശ്രീ S. ശ്രീജിത്ത് സർ. അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സർവീസിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജനസേവനത്തെ ഏറ്റവും വലിയ കർത്തവ്യമായി കാണുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഒരു ദൈവഹിതം പോലെയാണ് ഈ പുസ്തക പ്രകാശനത്തിന് അദ്ദേഹത്തെ കിട്ടിയത്. പുസ്തക പ്രകാശനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എന്തിനാണ് എന്നെ ഈ ചടങ്ങിന് വിളിച്ചതെന്നറിയില്ല എന്ന്. എനിക്ക് കവിതയുമായി ഒരു ബന്ധവുമില്ല എന്ന്. പക്ഷേ ഇത് പ്രകാശനം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു വ്യക്തി അദ്ദേഹം തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എളിമയാണ് അതിലൂടെ വ്യക്തമാകുന്നത്. അതോടൊപ്പം അമ്മയുടെ കവിതകൾ വായിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കവിത ഈണം നൽകി ശബ്ദം നൽകി അമ്മയ്ക്ക് അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഗായകനും കൂടിയായ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവനയും കൂടി നടത്തിയപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം വന്നത്. തീരാത്ത നന്ദിയുണ്ട് ADGP ശ്രീജിത്ത് സാറിനോട്. പിന്നെ ഈ കവിതകൾ പുസ്തകമാക്കി മാറ്റിയ എഡിറ്റർ കല്ലേരി റസാഖ് എന്ന വ്യക്തിയോടും, അതിലുപരി ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഡോക്ടർ ശശികുമാർ പുറമേരി. അമ്മയുടെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ അവതാരിക വായിച്ചപ്പോൾ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റാത്തത്ര അതിശയവും ആദരവും ബഹുമാനവും തോന്നി. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. എന്തായാലും അമ്മയുടെ കവിതകളുടെ ആത്മനൊമ്പരങ്ങൾ എന്ന പുസ്തക പ്രകാശനം ഇത്രയും ഗംഭീരമാക്കി തന്ന എല്ലാവർക്കും നന്ദി. ഈ വ്ലോഗ് കാണുന്ന എല്ലാ മക്കളോടും നിങ്ങളുടെ അമ്മമാരുടെ പറയാതെ പോയ ആഗ്രഹങ്ങൾക്ക് ചെവി കൊടുക്കണം. നാളെ ചെയ്യാമെന്ന് വെക്കരുത്. കാരണം നാളെ ചിലപ്പോൾ 76 വയസ്സ് വരെ നീളും.